മക്കൾസ് നിഹാൽ സാറാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന്റെ ക്രിസ്മസ് എക്സാം വരാൻ വേണ്ടി പോവുകയാണല്ലേ. ക്രിസ്മസ് എക്സാം അടുത്തത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഒരു സംശയം വേണ്ട, ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നാളെ നിങ്ങൾ പരീക്ഷാ ഹാളിൽ നിങ്ങൾ എത്തുമ്പോൾ ചോദ്യപ്പോൾ നിങ്ങൾ നിർബന്ധമായി കാണാൻ വേണ്ടി പോകുന്ന ചോദ്യങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. റെഡി? ആദ്യം മക്കളെ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിനെ പറ്റി ഞാൻ ഓർമ്മിക്കുകയാണ്. അടിപൊളിയായിട്ട് കിടിലായിട്ട് ഈ വരുന്ന പ്ലസ് ടുവിലെ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ സഹായിക്കും നമ്മുടെ ബൂസ്റ്റർ ബാച്ച്. അതിന് ഏറ്റവും വലിയൊരു അട്രാക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാണെങ്കിൽ കംപ്ലീറ്റ്ലി പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് ക്ലാസ് ഫ്രീ ആണ്. കംപ്ലീറ്റ് വിത്ത് PYQ അടക്കമുള്ള ഷോർട്ട് ക്ലാസ് ആണ്. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് ആണ്. പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ്, നമ്മുടെ മെന്റർഷിപ്പും വാട്സപ്പ് വഴി നിങ്ങളുടെ ടീച്ചേഴ്സുമായി ചോദിച്ചു നിൽക്കുന്ന ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ തരുന്നുണ്ട്. സോ ഇതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. പ്ലസ് 2 കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും കുട്ടികൾക്ക് ഒരു സംശയമില്ല ജോയിൻ ചെയ്യാം. ഈ വർഷം ഫുൾ മാർക്കിൽ എത്തിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, അതിലൊരു സംശയമില്ല. റെഡി? അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ഡെയിലി പ്ലാൻ, നോട്ട്സ്, മൈക്രോബിറ്റ്, ലൈവ് ലിങ്ക് ഒക്കെ ഇവിടെ കിട്ടുക നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിലാണ് കിട്ടുക. സ്റ്റഡി ഗ്രൂപ്പിൽ ലിങ്ക് കൊണ്ട് ഫ്രീ ആണ്, ഒരു പൈസയും കൂടെ കൊടുക്കേണ്ട. ജോയിൻ ചെയ്ത് വെച്ചോ, ഹെൽപ്ഫുൾ ആയിരിക്കും. നേരെ നമ്മുടെ പരിപാടി അടക്കാം. ആദ്യ ചോദ്യം പഠിച്ചു വെച്ചോ. ഇന്നത്തെ എസ്സേ ചോദ്യം 8 മാർക്കിന്റെ എസ്സേ ചോദ്യമായിട്ട് ഈ ചോദ്യം കാനും ചോദിച്ചിട്ടില്ലെങ്കിൽ മക്കളെ ബാക്കി അക്കം പറഞ്ഞു. റെഡി? അപ്പോൾ ഇത് കറക്റ്റ് പഠിച്ചു. 8 മാർക്കിന്റെ എസ്സേ ചോദ്യമാണ്, ഒന്ന് മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ അടുത്ത ഈ 4 കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത്, ഒന്ന് സാമ്പത്തികക്കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, ഗോർബച്ചേവിന്റെ പരിഷ്കരണവും അതുപോലെ ദേശീയത. ഈ 4 കാര്യങ്ങൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ നിർബന്ധം എന്ത് ചെയ്യണം, പഠിച്ചിരിക്കുന്ന കാര്യമാണ്, മിസ് ചെയ്യരുത്. ഇത് എന്താണെന്നുള്ള ഡീറ്റെയിലായിട്ട് മനസ്സിലാക്കണേ. അതുപോലെ തന്നെ വാട്ട് ഈസ് ഹെജ്മണി, എക്സ്പ്ലെയിൻ 3 ഡയമെൻഷൻസ് ഓഫ് US മെജറി. എന്താണ് ആധിപത്യം? US മേധാവിത്വത്തിന്റെ 3 മാനങ്ങൾ, 3 ആധിപത്യം എന്താണ്? 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി 8 മാർക്ക് ചോദിച്ചില്ല, എത്ര മാർക്ക് ചോദിക്കും? 5 മാർക്കിന്റെ ചോദ്യമായി ചോദിക്കും. 8 മാർക്കിന് ചോദിച്ചില്ലെങ്കിൽ 5 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ അടുത്ത മക്കളെ, യെസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ പറയില്ല, ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണം. നിഹാൽ ഇതെൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്, ഇവിടേക്ക് വരിക, നിങ്ങളിത് ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വേണം പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 ഗ്രൂപ്പാണ്. നിഹാൽ സാർ എക്സ്ക്ലൂസീവ് കാണാം, ലേൺ വിത്ത് നിഹാൽ സാർ കാണാം. ഇത് രണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കമ്മ്യൂണിറ്റിയാണ്. എഡ്യൂക്കേറ്റ് റിലേറ്റഡ് ആയ കണ്ടന്റ് മാത്രം ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ് ഈ ഒരു ചാനൽ. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളല്ല, എഡ്യൂക്കേറ്റ് റിലേറ്റഡ് കണ്ടന്റ് ഷെയർ ചെയ്യുന്ന ചാനലാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സംശയമില്ല. അതുപോലെ തന്നെ ഈ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് ഡീറ്റെയിൽ സ്റ്റഡി നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലേൺ വിത്ത് നിഹാൽ സാർ എന്ന കമ്മ്യൂണിറ്റി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പരീക്ഷണ തലേ ദിവസം. അപ്പോൾ നിങ്ങൾ എല്ലാവരും അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക, നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, പലരും കൊമേഴ്സിലെ വിദ്യാർത്ഥികൾ, ഹ്യൂമാനിറ്റീസിലെ വിദ്യാർത്ഥികളെ വേണ്ട ഇതിൽ പരിഗണിക്കാറില്ലെന്ന് പലപ്പോഴും നമുക്ക് അറിയുന്ന ഒരു കാര്യമല്ലേ. എന്നാൽ അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പ്ലസ് 2 പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട എന്ത് സംശയവും കാര്യവും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് നിഹാൽ സാറോട് ചോദിക്കാം. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംശയമില്ല മക്കളെ. കാരണം പലരും ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കേൾക്കാനും സയൻസിലെ കുട്ടികൾക്ക് ഭയങ്കര പരിഗണന നമ്മൾ കൊടുക്കും, ഹ്യൂമാനിറ്റീസിലെ കൊമേഴ്സിലെ കുട്ടികളൊക്കെ ഒന്നും മാറ്റുന്നത് പലപ്പോഴും നമ്മൾ കാണാറില്ല. പക്ഷേ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കില്ല. എനിക്ക് എത്രത്തോളം നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ, I will do my best. Don't worry. ഓക്കെ, അടുത്ത മക്കളെ, അടുത്ത് US ഹെജ്മണിന്റെ ഹാർഡ് പവർ ഉണ്ട്, സോഫ്റ്റ്വെയറിന്റെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ യൂറോപ്യൻ മേധാവിത്വം, US ആധിപത്യത്തിന് ബദൽശക്തമായ കേന്ദ്രമാണ് യൂറോപ്യൻ യൂണിയൻ അല്ലേ. എന്നാൽ അതിന്റെ സാമ്പത്തികവും സൈനികവുമായ സ്വാധീനത്തെ വിശദീകരിക്കുക അല്ലേ. എന്താണ് യൂറോപ്യൻ യൂണിയൻ ആരോട് കിടപിടിക്കുകയാണ്? അമേരിക്കയോട് കിടപിടിക്കുക അല്ലേ. അപ്പോൾ അതിന് പൊളിറ്റിക്കലി, എക്കണോമിക്കലി, എന്താണ് പറയുക, ഡിപ്ലോമാറ്റിക്കലി ഒരുപാട് പവേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ കറക്റ്റ് പഠിച്ചു വെക്കണം. ഇതൊന്നെങ്കിൽ 8 മാർക്ക് അല്ലെങ്കിൽ 4 or 5 മാർക്കിന് ചോദ്യമായി ഈ ചോദ്യം നാളെ ചോദിക്കും. അപ്പോൾ കറക്റ്റ് യൂറോപ്യൻ യൂണിയന്റെ എക്കണോമിക് പവർ എന്താണ്, പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് പവർ എന്താണ്, മിലിറ്ററി ഇൻഫ്ലുവൻസ് എന്താണ്, അത് കറക്റ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു. റെഡി? ഇനി അടുത്ത് 5 മാർക്കിന്റെ ചോദ്യം അല്ലെങ്കിൽ 8 മാർക്കിന്റെ ചോദ്യം. ഇതൊക്കെ 1 മാർക്കിന്റെ ചോദ്യം ഞാൻ പറഞ്ഞു കേട്ടോ. ഇത് മിസ് ചെയ്തത് ഇരുന്ന് പഠിച്ചാൽ ആ കുട്ടിക്ക് ഈസി ആയി ഡബിൾ പാസ് 48 മാർക്ക് ഈസി ആയിട്ട് വാങ്ങും. എന്താ പറഞ്ഞത്? പിന്നെ ചൈന ഒരു ബദൽ ശക്തിയായി കേന്ദ്രമായി വളർന്നു വരുന്നുണ്ട്. ചൈനയുടെ വളർച്ചയെ വിശദീകരിക്കുക. അതായത് ചൈനീസ് എക്കോണമിയുടെ റൈസ് ആണ് ചോദിച്ചത് അല്ലേ. 1970 ശേഷമാണ് ചൈനീസ് എക്കോണമിയിൽ ഗണ്യമായ മാറ്റങ്ങൾ വരുന്നത് അല്ലേ. ആ കാര്യങ്ങൾ കറക്റ്റ് നിങ്ങൾ അവിടെ ഉൾപ്പെടുത്തി കൊടുക്കണം. എന്താണ് ആ കാര്യങ്ങൾ കറക്ഷൻ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പിന്നെ 1970 ചൈനീസ് നേതൃത്വം പ്രധാനമായി നയപരമായ തീരുമാനങ്ങൾ എടുത്തു. 1973 ഫോർ മോഡേണൈസേഷൻ, 78 പിന്നെന്താ പറയുക, പിന്നെ നിങ്ങളുടെ ലൈക്ക് നമ്മുടെ ഓപ്പൺ ഡോർ പോളിസി, ഇതൊക്കെ ഈ നോട്ടിലുണ്ട്. ഈ നോട്ട് ഞാൻ ഡീറ്റെയിൽ ആയി പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് എടുക്കാൻ സമയമില്ല, പഠിക്കേണ്ട സമയമാണ്. ഈ നോട്ട് എവിടെ കിട്ടും? ഞാൻ പറയാം, നമ്മുടെ കമ്മ്യൂണിറ്റി കിട്ടും. അപ്പോൾ നിഹാൽ സാറിൻ്റെ എവിടേക്ക് വരിക, പിന്നെ നേരെ നമ്മുടെ എജുപ്പോൻ്റെ കമ്മ്യൂണിറ്റിയിലും കിട്ടും. അതുപോലെ തന്നെ എൻ്റെ നിഹാൽ സാറിലും കിട്ടുന്ന നോട്ട് ചെയ്ത് വെക്കുക. റെഡി? അതുപോലെ അടുത്ത മക്കളെ, പിന്നെ എക്സാമിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹാവ് കോൺട്രിബ്യൂട്ട് ടു ദ പാകിസ്ഥാൻസ് ഫെയിലിയർ ഇൻ ബിൽഡിംഗ് സ്റ്റേബിൾ ഡെമോക്രസി. 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ ഒരു സുസ്ഥിരമായ ജനാധിപത്യത്തെ കെട്ടിപ്പടുത്താൻ സാധിക്കാത്തതിൻ്റെ ഇഷ്യൂസ് എന്ത്, കാരണമെന്ത്? ഒരു സംശയം വേണ്ട, നാളത്തെ ചോദ്യ പേപ്പറിൽ ഈ ചോദ്യം ഉണ്ടായിരിക്കും. പിന്നെ പാകിസ്ഥാനിൽ എന്തുകൊണ്ടാണ് ഒരു സുസ്ഥിരമായ ജനാധിപത്യ സംവിധാനം കെട്ടിപ്പടുക്കാൻ സാധിക്കാത്തത്? പക്ക ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോ. റെഡി? അടുത്ത പിടിച്ചോ. പിന്നെ എന്താണ്
പിന്നെ റീസൺ ഫോർ എന്താണെന്നുള്ള കറക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി പോയിന്റ് ഔട്ട് ദ ആർഗ്യുമെന്റ് ദാറ്റ് എ പെർമനന്റ് മെമ്പേഴ്സ് ഇൻ UN സെക്യൂരിറ്റി കൗൺസിൽ, ഇന്ത്യ UN സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗമായി കിട്ടാൻ വേണ്ടി നമ്മൾ പല ആർഗ്യുമെന്റ്സ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇതും ഒരു പക്കാ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിഹാൽ സാർ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തോ നിങ്ങൾ എന്നോട് ചോദിക്കരുത്. നാളത്തെ ചോദ്യത്തിൽ ഈ ചോദ്യമൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ പഠിച്ചു വെക്കുക. 4 മാർക്കിന് ചോദ്യമായി ചോദിക്കും, പഠിച്ചു വെക്കുക. റെഡി? പിന്നെ അത് ഉത്തരം കൊടുക്കുന്ന ഏറ്റവും അവസാനമായി വാട്ട് ആർ ഓർഗൻസ് യുവൻ്റെ അവയവങ്ങൾ എന്തൊക്കെയാണ്, യുവൻ്റെ അവയവങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? ഈ 6 കാര്യങ്ങൾ എസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇതൊക്കെ ഏറ്റവും ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൻ്റെ കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഒന്ന് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ കൊള്ളാം, ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്നുകിൽ ആ താഴെ നമ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിഹാൽ സാർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യാൽ മതി. ബൂസ്റ്റർ ബാച്ചിൻ്റെ കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു തരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ +2 പഠിക്കുന്ന പൊളിറ്റിക്സിൽ ഒരു കുട്ടിക്കും എന്ത് ചെയ്യരുത്, മാർക്ക് കുറയരുത്. ആരെങ്കിലൊക്കെ ഉണ്ടോ ചില +2 പാസ്സാവാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, അവരൊക്കെ ഈ വീഡിയോ ലിങ്ക് നിങ്ങൾ ഷെയർ കൊടുക്കുക. എഡ്യൂപോയിന്റ് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിനെ പറ്റി അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു കാര്യം ഞാൻ അണ്ടർലൈൻ ചെയ്യുക, നമ്മുടെ ലൈവ് കണ്ട് ഒരു കുട്ടിയും ആത്മാർത്ഥമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയും തോൽക്കൂല, 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ബൈ.